വന്നു കാതിൽ പറഞ്ഞു, നീ എന്നും ഇന്നും എന്റേതു മാത്രം. ഉരുകുമെൻ നിശ്വാസമായി ഉയിരിനെ ഉൾക്കിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ഈ കണ്ണുകളിൽ നീയാണു ലോകം, ഈ കാതുകളിൽ നീയാണു രാഗം. ഉരുകുമെൻ നിശ്വാസമായി ഉയിരിനെ ഉൾക്കിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ. മച്ചു കാലക്കി. അങ്ങനെ ആനന്ദ് കല്യാണി പ്രണയം ശുഭപര്യവസായിയായി. കല്യാണി കരഞ്ഞോണ്ടാ പോയത്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ ബ്രോ, അത് ആനന്ദ കണ്ണീരാ. ഈ ഒരു സീനിന് വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത്. അതെ, നാളെ മുതൽ ബ്രോയ്ക്ക് എപ്പോ വേണമെങ്കിലും കല്യാണി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം. ഞങ്ങളുടെ കയറില്ല. ഇനി എനിക്ക് ഒരു ജോലിയോടി ബാക്കിയുണ്ട്. ആ ചന്ദ്രപ്രതാപനെ മുംബൈയിലേക്ക് പാക്ക് ചെയ്യണം. നമുക്കിതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാ. വാ. പൊയ്ക്കോ പൊയ്ക്കോ, സന്തോഷിച്ച് ഉല്ലസിച്ച് തന്നെ പൊയ്ക്കോ. നിന്റെയൊക്കെ ആഗ്രഹം ഈ വിലാസിനി നടത്തി തരുന്നുണ്ട്. ശുഭപര്യവസായി ആയിട്ടല്ല, ദുരന്തമായിട്ട്. കല്യാണി ഇന്നീ കാണിച്ച കടും കൈക്ക് അഖിലയെ കൊണ്ട് തന്നെ അവളുടെ ജീവിതം ഞാൻ നരകമാക്കും. വിലാസിനിയുടെ തീരുമാനം. അമ്മ അറിഞ്ഞല്ലോ അല്ലേ ഇന്ന് അമ്പലത്തിൽ നടന്നതൊക്കെ? ഒരിക്കലും ആഗ്രഹിച്ചതൊന്നുമല്ല നടന്നത്. എന്തൊക്കെയോ അറിയാതെ അങ്ങ് സംഭവിച്ചു പോയതാ. എന്റെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ലെന്ന് വല്യുകുഞ്ഞ് പറഞ്ഞപ്പോ ശ്വാസം നിലച്ചു പോയതുപോലെ തോന്നി എനിക്ക്. ആ സങ്കടങ്ങളൊക്കെ ദേവിയോട് പറയാനാ ഞാൻ അമ്പലത്തിലേക്ക് പോയത്. പറഞ്ഞു തുടങ്ങിയപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. അതിന്റെ അവസാനം അവിടെ വെച്ച് വല്യുകുഞ്ഞിനെ കൂടെ കണ്ടപ്പോ
മനസ്സിനെ പിടിച്ചു നിർത്താൻ എനിക്കായില്ലമ്മേ. അതാ അങ്ങനെയൊക്കെ എന്റെ വിധിയോർത്ത് ഒന്ന് ഉറക്കെ പൊട്ടിക്കരയണമെന്നുണ്ട്. പക്ഷേ അതിന് പോലും എനിക്ക് പറ്റുന്നില്ലമ്മേ. ആരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ആരുടെയൊക്കെ തീരുമാനങ്ങളിൽ ജീവിച്ച് മരിക്കാനാ എന്റെ ജന്മമെന്ന് തോന്നുന്നു. നിന്റെ മനസ്സിൽ ഞാനുണ്ടോന്ന് വല്യുഞ്ഞ് ചോദിക്കുമ്പോ എന്റെ ജീവന വല്യുഞ്ഞെന്ന് പറയാനാകാതെ ഞാൻ അനുഭവിക്കുന്ന സങ്കടമുണ്ടല്ലോ അമ്മേ. അതെനിക്ക് അറിയോ എന്താണെന്ന്. പക്ഷേ ഇല്ലമ്മേ, ഞാൻ ഈ സങ്കടങ്ങളൊക്കെ കുടിച്ചു തീർത്തേ പറ്റൂ. എല്ലാത്തിനും വലുത് എനിക്ക് അഖില മേഡത്തിന്റെ ജീവനാ. അതിന് കാരണമുണ്ട്. ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു കാരണം. ഇപ്പൊ അമ്മയോട് ഞാനത് പറയാം. അമ്മ അത് കേൾക്കണം, എന്താ സംഭവിച്ചതെന്ന്. അച്ഛാ. ആ ആനന്ദ് വരൂ. അച്ഛൻ എന്നോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ അച്ഛാ അത്? പറയാം, നീ ഇരിക്കും. സാരമില്ല. അച്ഛൻ എന്തോ നല്ല ടെൻഷനിലാണെന്ന് തോന്നല്ലോ. എന്ത് പറ്റി എൻ്റെ അച്ഛന്? എനി പ്രോബ്ലം? നത്തിങ് ആനന്ദ്. നിന്നോടതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ആനന്ദ്, കൂട്ടത്തോടെ നോക്കുമ്പോഴേ കാടുള്ളൂ. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഓരോ മരവും ഒറ്റയ്ക്കാണ്. മക്കളുടെ വാശിക്ക് മുന്നിൽ ആത്മാർത്ഥമായി തോറ്റുകൊടുക്കുന്നവരാണ് അച്ഛന്മാർ. അതറിയാഞ്ഞിട്ടല്ല, എന്നാലും പറയാതെ വയ്യ. നിനക്കറിയാമല്ലോ, ഈ കുടുംബത്തിന്റെ വിളക്കാണ് അഖില. അഖിലയില്ലാത്ത തൃച്ചംബരത്തെക്കുറിച്ച് ഈ അച്ഛന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അച്ഛനെന്തിനാ ഇപ്പൊ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത്? അമ്മയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. ഒന്നും പറ്റിയില്ല. ഇനിയും ഒന്നും സംഭവിക്കാൻ പാടില്ല. അവളുടെ ജീവിതം ഇപ്പോൾ നിന്റെ കയ്യിലാണ്. അച്ഛൻ എന്തൊക്കെയായി പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആനന്ദ്, പുരാണത്തിൽ സ്വന്തം മകന്റെ യൗവനം ചോദിച്ചു വാങ്ങിയ യയാതി രാജാവിന്റെ കഥയുണ്ട്. അതുപോലെ നീയും അച്ഛനൊരു സത്യം ചെയ്തു തരണം. അച്ഛൻ ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. പറയാം. അതിനു മുമ്പ് നീ എനിക്ക് സത്യം ചെയ്തു തരണം. ശരി, സത്യം ചെയ്തു തരാം. നിർത്ത്. എന്താ കൃഷ്ണേട്ട അതൊക്കെ? എന്താ ഇവിടെ നടക്കുന്നേ? അത് അഖിലെ, ഞാൻ ആനന്ദിനെ കൊണ്ട്. ആനന്ദ്, നീ പോ. അല്ല മാം, അച്ഛനെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ പിന്നെ ആവാം. അമ്മയാ പറയുന്നേ. നീ ഇപ്പൊ പോ. അമ്മ, അത് ആനന്ദ്, അമ്മ നിന്നോട് പോവാൻ പറഞ്ഞില്ലേ? കൃഷ്ണേട്ടാ, ആനന്ദിനെ കൊണ്ട് ഇങ്ങനെ സത്യം ചെയ്ത് വാങ്ങേണ്ട കാര്യം എന്താ? എന്ന കാര്യം ഞാൻ പറയാം. തൃച്ചംബരത്തിന്റെ അന്തസ്സിനും പാരമ്പര്യത്തിനും യോജിക്കാത്ത ഒരു പെണ്ണിനെ ആനന്ദ് പ്രണയിച്ച് കല്യാണം കഴിച്ചാൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ള ഭയമല്ലേ കൃഷ്ണേട്ടൻ ആനന്ദിനെ കൊണ്ട് ഇങ്ങനെ ഒരു സത്യം ചെയ്യിക്കാനുള്ള കാരണം? അതെ അഖിലേ, എനിക്കെല്ലാത്തിലും വലുത് എന്റെ ഭാര്യയുടെ ജീവനാണ്. നിന്റെ ജീവനേക്കാൾ വലുതായിട്ട് ഇന്നെന്റെ മുന്നിൽ മറ്റൊന്നുമില്ല. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടൻ എന്റെ മനസ്സറിയില്ലേ? എത്ര കാലം കൊണ്ട് അറിയാമെന്നതിലല്ല, എത്രമാത്രം അറിയാമെന്നതിലാണ് കാര്യം. എനിക്ക് എന്റെ മോന്റെ ഇഷ്ടങ്ങളാ വലുത്.
എനിക്ക് വേണ്ടി അവന്റെ ആഗ്രഹങ്ങൾ എന്തിനാ ബലി കൊടുക്കുന്നത്? അഖിലേ, നമ്മുടെ മോനെ കുറിച്ച് നിനക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാ. നിനക്ക് വേണ്ടി ജീവൻ കളയാനും തയ്യാറുള്ളവനാവൻ. അറിയാം കൃഷ്ണേട്ട, മറ്റുള്ളവരെ പോലെ അല്ല അവൻ. അമ്മ കഴിഞ്ഞിട്ടുള്ളവൻ എന്തും. കൃഷ്ണേട്ടൻ ഇപ്പൊ ഇതവനോട് പറഞ്ഞ എല്ലാ മോഹങ്ങളും വേണ്ടെന്ന് വെക്കൂ എന്റെ മോൻ. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അവന്റെ ഇഷ്ടങ്ങൾ നടക്കട്ടെ. അതേ കുടുംബത്തിന്റെ പ്രൗഢിക്ക് ചേരാത്ത ഒരു പെണ്ണാണെങ്കിലും അങ്ങനെ ആണെങ്കിലും എന്റെ മോന്റെ ഇഷ്ടം നിറവേറണം. അവന്റെ ഇഷ്ടങ്ങൾ നിറവേറാൻ സന്തോഷത്തോടെ ഞാൻ എന്റെ ജീവൻ വരെ കൊടുത്തു എന്നും വരും. എന്റെ മുലപ്പാല് കുടിച്ച് വളർന്നവനല്ലേ, അവന്റെ ഇഷ്ടം ഞാനല്ലേ നടത്തി കൊടുക്കേണ്ടത്? അഖിലേ, ഏതാണെന്നും എന്താണെന്നും ഒക്കെ കാലം തീരുമാനിക്കട്ടെ. സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതല്ലേ ജീവിതം കൃഷ്ണേട്ട. ദേ, ഈ തോളിൽ ഇങ്ങനെ ചാരിക്കിടക്കുമ്പോൾ ലോകം പിടിച്ചടക്കിയ അഹങ്കാരവും അഖിലാണ്ടേശ്വരിക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ അമ്മയ്ക്ക് കാര്യങ്ങള്? എന്റെ മനസ്സിലുള്ള ഇഷ്ടം ഞാൻ വല്യുകുഞ്ഞിനോട് പറയാത്തതിന്റെ കാരണം ഇതാണമ്മേ. വല്യുകുഞ്ഞിന്റെ ഇഷ്ടത്തിന് ഞാൻ സമ്മതം പറഞ്ഞ ഉറപ്പായിട്ടും വല്യുകുഞ്ഞ് അഖില മേഡത്തിനോട് എന്നെ കല്യാണം ചെയ്യണമെന്ന് പറയും. ചിലപ്പോ അഖില മേഡത്തിന് സമ്മതം കൊടുത്തു വരും. അതിനുശേഷം നടക്കാൻ പോകുന്നത് ഓർക്കുമ്പോ എനിക്ക് പേടിയാ. ഒരിക്കലും തൃച്ചംബരത്തൊരു ദുരന്തം സംഭവിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതാ ഞാനിപ്പോ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നത്. അങ്ങനെയെങ്കിലും വല്യുകുഞ്ഞ് എന്നെ ഒന്ന് വെറുക്കട്ടെ എന്ന് കരുതിയാ ഞാൻ എന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും തകർത്തെറിയുന്നത്. ഇനി അമ്മ പറ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? പറയമ്മേ, ഈ കല്യാണി തെറ്റാണോ അതോ ശരിയോ? അമ്മ തന്നെ ഉത്തരം പറയും. കേൾക്കാൻ ഞാൻ തയ്യാറാ. പറയമ്മേ. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൊക്കിയ സുന്ദരി താനനനന താനനനന. ഈ ഓട്ടോക്കാരന്മാരൊന്നും വരില്ലേ? എവിടെ പോയി കിടക്കുന്നു? ഒരുത്തനെയും കാണുന്നില്ലല്ലോ. ഇനിയിപ്പൊ നടനാഴ്ച വണ്ടി തന്നെ ശരണം. തൃച്ചംബരത്തെത്തുമ്പോ കേട്ടിറങ്ങിക്കോളൂ. കായലരികത്ത് വലയെറിഞ്ഞ അത് നമ്മുടെ സുജാതയല്ലേ? ഇവള് കൊള്ളാന്ന് പണ്ടേ തോന്നിയതാ. മുംബൈയിലേക്ക് കയറ്റി അയച്ചാൽ നല്ല കാശുറപ്പാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? സുജാതേ, ഗുഡ് ആഫ്റ്റർനൂൺ. സാറോ? സാറിന്റെ ഇവിടെ?
ഉച്ചയ്ക്ക് ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ, പിന്നെ അല്പം മയങ്ങിപ്പോയി. അല്ല സുജാത ഭയൻ, നീ എന്തിനാ തൃച്ചംബരത്തിടന്ന് കഷ്ടപ്പെടുന്നേ? സാറ് മദ്യപിച്ചിട്ടുണ്ടല്ലേ? ചെറുതായിട്ട്. അത് വിട്. ഞാൻ പറഞ്ഞില്ലേ, നീ എൻ്റെ കൂടെ മുംബൈക്ക് പോരും. പിന്നെ ഇതുപോലെ സബ്ജി ഒന്നും വാങ്ങിച്ച് കഷ്ടപ്പെടണ്ട. പട്ടുമേത്തേ കിടന്ന് ഇഷ്ടം പോലെ ഉറക്കം, നല്ല ബെസ്റ്റ് ഭക്ഷണം. എന്താ, പോരുന്നോ? ഇല്ല സാർ, എനിക്ക് ആ തൃച്ചംബരത്തെ ജോലി മതി. ഞാൻ പോകുന്നു. ആ മജ്ജാവോ ബഹൻ, അങ്ങനങ്ങ് പോവല്ലേ. നിക്ക് പറയട്ടെ. നോക്ക്, നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിന്നെ വൈകാതെ ചന്ദ്രൻ മുംബൈയിൽ എത്തിച്ചിരിക്കും. നിന്നെ കണ്ട അന്ന് ഞാനത് തീരുമാനിച്ചതാ. സാറിന്റെ കൈവിട്. വിടാൻ. അത് വിട്. ചന്ദ്രനൊരു തൊട്ടാലൊട്ടിയാ, തൊട്ടാവാടിയല്ല. തൊട്ടാലൊട്ടിപ്പിടിക്കുമെന്നർത്ഥം. മുംബൈയിലൊരു ചൊല്ലുണ്ട്, ഈ ചന്ദ്രന്റെ കണ്ണിലൊരു പെണ്ണ് പെട്ടാ അവക്ക് പിന്നെ ശുക്രനാണെന്ന്. നിനക്കും ഇപ്പൊ ശുക്രദശയാ. നിന്നെ ഞാൻ കൊണ്ടുപോടി. എന്നെ വിട്. വിടാൻ. ആ മര്യാദക്ക് ഞാൻ പറയുന്ന കേക്ക് സുജാത. നീ കിടന്ന് പിടയ്ക്കാതെ അടങ്ങ്. പറയുന്നത് അനുസരിക്കടി. എന്റെ അടുത്ത് പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിക്കടി. അടങ്ങി നിക്കടി അവിടെ. ഓടിവാ വേഗം. കിടന്ന് ബലം പിടിക്കാതെടി. ഒട്ടപ്പകൽ സ്ത്രീകളെ കയറി പിടിക്കുന്നോടാ റാസ്കൽ. ചൂടാവല്ലേ പായ്, ഇതെനിക്ക് അറിയാവുന്ന കുട്ടിയാ. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ അവള് കരയുന്നേ? അടിച്ചു കൊല്ലണം അവനെ. സ്ത്രീകളെ പോലീസിലേൽപ്പിക്കണം. വിളിക്കടാ പോലീസിനെ. ഞാൻ തൃച്ചംബരത്തുള്ളതാ. അവിടെ ഉള്ള ഒരാളെ ഏത് പോലീസാ പിടിക്കുന്നത് എനിക്കൊന്ന് കാണണം. വിളിക്കടാ പോലീസിനെ. വിളിക്കാൻ. എന്താ ഇവിടെ? ആ ഭായ്, ഭായ് വന്നല്ലോ. സൂപ്പർ. ഇനി വാടാ മുന്നോട്ട്. ഇനി ആർക്കാ എന്നെ അടിക്കണമെന്ന് വെച്ചാ വാടാ. എന്റെ ഭായ ഉണ്ട് എനിക്ക് വേണ്ടി ചോദിക്കാൻ. സർ, ഇവൻ മദ്യപിച്ച് ലക്ക് ഇട്ട് ദേ ആ പെൺകുട്ടിയെ കയറി പിടിച്ചു. ഇവനൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടേ? തൃച്ചംബരത്തെ ബന്ധുവാണെന്ന് പറഞ്ഞോണ്ടാ. മനസ്സിലായി. സുജാത, സുജാത വീട്ടിലേക്ക് വെക്കോളൂ. തൽക്കാലം ഇതൊന്നും ആരും അറിയണ്ട. ശരി സാർ. സാർ, ഇവനൊക്കെ തൃച്ചംബരത്തെ ബന്ധുവാണോ? അതെ, ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നിങ്ങളൊക്കെ പൊയ്ക്കോളൂ പ്ലീസ്. ബായ്, മുംബൈയിലായിരുന്നെങ്കിൽ ഇവനെയൊക്കെ തീർത്തേനെ.
ദാസേട്ടെ പോകുന്നു. ആളുകൾ കൂടാൻ തുടങ്ങിയപ്പോഴേ ഞാനുണ്ടായിരുന്നു. എല്ലാം കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. ദാസേട്ടൻ വിഷമിക്കണ്ട, ഇത് മദ്യത്തിന്റെ. ഏതായാലും ചന്ദ്രന്റെ ഈ അവസ്ഥ അമ്മ കാണാതിരിക്കില്ല. മദ്യം പോട്ടേന്ന് വയ്ക്കാം, പക്ഷേ സുജാതയുടെ കാര്യം തൽക്കാലം അമ്മയോ കല്യാണിയോ അറിയണ്ട. അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ പറ്റില്ല, അതാ. അല്ല, ദാസേട്ടൻ എങ്ങോട്ടാ? കുറച്ച് ജോലിയുണ്ട്, ഞാൻ വന്നോളാം. ശരി.